എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രൂപ രാഹുലിനെ കാണാനായിട്ട് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും പിന്നീട് കല്യാണിനെ ഇല്ലാതാക്കാനായിട്ട് പ്രകാശൻ പുതിയ തന്ത്രങ്ങളൊക്കെ മെനയുവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു പ്രകാശന് ശാരിയെ സരിയനെയും വന്ന് കാണുവാണ്. പ്രകാശിനുള്ളിൽ തീരാത്ത പകയാണ് കല്യാണിയോടും കിരണിനോടും ഒക്കെ ഉണ്ടായിരുന്നേ. പിന്നീട് അവര് വീട്ടിൽ വന്ന കാര്യങ്ങളും ശരണ്യ അവർക്ക് സദ്യ കൊടുത്ത കാര്യങ്ങളൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സരി പറഞ്ഞു, ഇത് നമുക്ക് അങ്ങനെ വിട്ടാ പറ്റില്ല അങ്കളെ, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ എല്ലാവരുടെ പൊതുശത്രു കല്യാണിയാണ്, അവളെ ആദ്യം തീർക്കണ്ടേന്ന് പറയാം. അവള് കാരണം എന്റെ ജീവിതം തകർന്ന് തരിപ്പണമായെന്ന് സരി പറയാം. അല്ല, അങ്കിളിന് അറിയാവുന്ന കാര്യമില്ല, മറ്റേ വണ്ടി മെക്കാനിക്കൽ പണി നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഒരു കാര്യം ചെയ്താൽ മതി, അങ്കിൾ ആ വണ്ടിക്കകത്ത് എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കാൻ മേലേന്ന് ചോദിക്കുകയാണ് അവളെ ഇല്ലാതാക്കാനായിട്ട്. പെട്ടെന്നാണ് പ്രകാശൻ ആ ബുദ്ധി ഉണ്ടായത്. പ്രകാശൻ പറഞ്ഞു, അത് ശരിയാ, അത് മോള് പറഞ്ഞ കാര്യം നല്ലതാ, ഞാനത് അങ്ങനെ ഒന്ന് ആലോചിക്കാം. ഈ പ്രകാശനോട് അവളുടെ കളി, ഇനി അവളെ വെള്ള പുതപ്പിച്ച് കിടത്തിയതിന് ശേഷം മാത്രമേ പ്രകാശന് വിശ്രമമുള്ളൂ. ഇത്രയും കാലത്തെ പോലെയല്ല, എന്റെ മകളാന്നുള്ള ഒരു പരിഗണന പോലും ഞാൻ അവൾക്ക് കൊടുക്കില്ല. അവള് കാരണം എനിക്കും എന്റെ മോനും ഇന്നീ ഗതി ഉണ്ടായത്. ഞങ്ങൾക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായത്. അവളോട് ഞാൻ ക്ഷമിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് പ്രകാശൻ പറഞ്ഞു, അതെ, എന്തിനു പേരും നിങ്ങൾ എന്റെ ഒപ്പം നിൽക്കില്ലേന്ന് ചോദിക്കാണ്. ധൈര്യമായിട്ട് അങ്ങള് പോക്കോ, എന്തിനു പോതും ഞങ്ങൾ കൂടെ ഉണ്ടാവും പറയാം. അപ്പൊ ശാരി പറഞ്ഞു, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി പ്രകാശ, എന്ത് സഹായം വേണം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവെന്ന് പറയണം. ഇനിയിപ്പോ പൈസ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞങ്ങൾ തരാം. അവളെ ഇല്ലാതാക്കാനല്ലേ, എന്തിനും ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയാണ്. എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഞങ്ങളെ വിളിച്ചാൽ മതി എന്ന് പറയാ. അങ്ങനെ പ്രകാശൻ ആ ഒരു സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. പിന്നീട് ശാരി സരയും റൂമിലേക്ക് എന്ന് ചെയ്യുമ്പോഴത്തേനും രാഹുലിന് ബോധം വീണായിരുന്നു. ഷോക്ക് ട്രീറ്റ്മെന്റിൽ നിന്നൊക്കെ പതുക്കെ മുക്തനായിക്കൊണ്ടിരുന്നു രാഹുല് എഴുന്നേറ്റ് കഴിഞ്ഞപ്പം തന്റെ അരികിൽ നിൽക്കുന്ന മനോഹറിനെയും സരയുനെയും ആദ്യം കണ്ടേ. ഈ സമയത്ത് ശാരി പുറത്തേക്ക് പോയായിരുന്നു. അങ്ങനെ സരയുനെ കണ്ടു പെട്ടെന്ന് രാഹുലിന് എഴുന്നേറ്റ് ബോധം വന്നില്ല. എവിടെയാന്നൊക്കെ പരുതി കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വന്നേ താൻ ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം. ഇങ്ങനെ എഴുന്നേറ്റ് രാഹുൽ ചുറ്റും നോക്കുന്നുണ്ടപ്പം സരി അച്ഛന് കുഴപ്പമൊന്നുമില്ല, അച്ഛൻ കിടന്നോളാൻ പറയണം. ദേ, എനിക്ക് കുഴപ്പമാണ്, നിന്നോട് ആരുടെ പറഞ്ഞെന്ന് ചോദിക്കണം. അല്ല അച്ഛൻ, അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടാൻ നോക്കിയതുകൊണ്ടല്ലേ അച്ഛനെ ഇവിടെ പിടിച്ചോണ്ട കിടത്തിയത്. അച്ഛനോട് പറഞ്ഞല്ലേ മര്യാദയ്ക്കാണ്, ഒരു കുഴപ്പമില്ല, 2 ദിവസം കിടന്നു കഴിയുമ്പം തീരാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അച്ഛൻ എന്തിനാ ഓടിയെന്ന് ചോദിക്കണം. അതെ, എനിക്ക് ഈ ഹോസ്പിറ്റലിൽ കിടക്കാൻ താല്പര്യമില്ല. എടി, ഇത് തലയ്ക്ക് സുഖമില്ലാത്തൊരു കിടക്കുന്ന ഹോസ്പിറ്റലാ, എനിക്കൊരു പ്രശ്നമില്ല മോളെ എന്ന് പറയണം. അത് അച്ഛൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ. പെട്ടെന്ന് രാഹുല് മനോഹറിനെ നോക്കണം. ആഹാ, അപ്പൊ എല്ലാത്തിനും പിന്നെ നീ അല്ലടാന്ന് ചോദിക്കണം. അല്ലച്ഛൻ, നീ കൂടുതലൊന്നും പറയണ്ട, എനിക്കറിയാം എന്റെ മോളെ ഭാര്യനെ പറഞ്ഞു തിരിച്ച് നീ ഒറ്റ എഴുത്തനാന്ന്. നീ കാരണം ഇപ്പൊ എനിക്ക് ഈ അവസ്ഥ ഉണ്ടായത്. നിന്നെ ഞാൻ വെറുതെ വിടലടാ, ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ. ഈ രാഹുൽ ആരാ നീ അറിയാൻ പോകുന്നുള്ളൂ, നിന്നെ ഞാൻ ഭൂമിക്ക് മീതെ വെച്ചേക്കളെന്ന് പറയാം. സരയു പറഞ്ഞു, അച്ഛൻ കിടന്ന് ഉറങ്ങിക്കോ. സരയുവിന് പേടിയായി, അസുഖം കുറഞ്ഞിട്ടില്ല, കൂടി വരുവാന്ന് തോന്നുന്നത്. ഇനി ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട വരുമായിരിക്കും. പെട്ടെന്ന് സരയു മനോഹരനോട് പറഞ്ഞു, മനുവേട്ടൻ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിച്ചോണ്ട് പോവാ. കണ്ടോ, അച്ഛന്റെ സ്ഥിതി കണ്ട് കുറഞ്ഞതായിട്ട് തോന്നുന്നില്ല, ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഒന്നും തീരുമെന്ന് തോന്നുന്നില്ല. ഈ സമയത്താണ് ശാരി അങ്ങോട്ട് വരുന്നത്. ശാരി ചോദിച്ചു, അച്ഛന് ബോധം വീണോന്ന് ചോദിച്ചു. ബോധം വീണു എന്റെ പൊന്നെ, ഒന്നും പറയണ്ട. ബോധം വീണതിന് ശേഷം അച്ഛൻ വീണ്ടും പഴയപടി തന്നെയാ മനുവേട്ടനോട് പെരുമാറുന്നേ, ഒരു മാറ്റം ഉണ്ടായിട്ടില്ലമ്മേ. ഇനി ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് ഒന്നും പോരാ, ഇത് കൂടുതൽ കൊടുക്കേണ്ട വരുമെന്നാ തോന്നുന്നേ. ശാരി പറഞ്ഞു, ഞാനും കൂടെ ചെല്ലട്ടെ എന്ന് പറയാണ്. അങ്ങനെ ശാരി എന്ന് ചെയ്യുമ്പോഴത്തേനും ശാരി പിടിച്ചു, ഓ വന്നോ അങ്ങോട്ട്, എന്നെ ഇവിടെ കൊണ്ട് ആക്കി കഴിഞ്ഞപ്പോ നിനക്ക് സമാധാനമായല്ലോ, നീയൊക്കെ കൂടി അല്ലേ എന്നെ ഈ അവസ്ഥയിൽ ആക്കിയണേന്ന് ചോദിക്കും. അത് രാഹുലേട്ടന് ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ, അത് 2 ദിവസം കടന്നു കഴിയുമ്പോൾ തീരും. അതേടി, എനിക്ക് തലയ്ക്ക് ഓളവാ, നീ ഒരു കാര്യം മനസ്സിൽ വെച്ചോ. ഈ ചെയ്യുന്നൊക്കെ ഒരിക്കൽ നീ പശ്ചാത്താപിക്കേണ്ടി വരും. ഈ ചെയ്യുന്നതിന് എനിക്ക് ഭ്രാന്തില്ലെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു, പക്ഷെ നീ അത് കേൾക്കാൻ തയ്യാറായിട്ടില്ല. ഒരിക്കൽ നീ എന്നെ ഓർത്ത് കരയോടിന്ന് പറയാം. ഇത് കേട്ടപ്പം ശാരി പറഞ്ഞു, ഇത് രാഹുലേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 2 ദിവസത്തെ കേസല്ലേ ഉള്ളൂ, രാഹുലേട്ടൻ ഇങ്ങനെയാണെന്ന് മസിൽ പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും രാഹുലേട്ടൻ്റെ കൂടെ തന്നെ ഹോസ്പിറ്റലില്ലേ, പിന്നെ രാഹുലേട്ടൻ എന്തിനാ പേടിക്കണേ നീ ചോദിക്കണം. എനിക്കൊരു പേടിയില്ലേ, എനിക്ക് പേടി നിന്നെക്കുറിച്ചൊക്കെ ഓർത്തിട്ടാ. നീയൊക്കെ അവന്റെ പിടിയിലല്ലേ, നിന്റെ മരുമോന്റെ പിടിയില്. അവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുമെന്നുള്ള നിന്റെയൊക്കെ മോഹം ഉണ്ടല്ലോ, അതൊക്കെ വെറുതെ ആയി പോയെന്ന് എനിക്കിപ്പോ തോന്നുന്നേ. നീയൊക്കെ അവനെക്കുറിച്ചുള്ള ശരിക്കുള്ള അവന്റെ രൂപം സ്വഭാവം അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അപ്പൊ നിനക്ക് മനസ്സിലാവും എനിക്കാണോ പ്രാന്തോ അതോ നിന്റെ മരുമോനാന്നുള്ള കാര്യം. അപ്പൊ നീ ഇരുന്ന് കരയൂന്ന് പറയാണ്. ശാരി, ഇപ്പൊ നിങ്ങൾ റെസ്റ്റ് എടുക്ക്,
കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിനെ അവിടെ പിടിച്ചു കിടത്തി പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ്. ഈ സമയത്താണ് രൂപ അങ്ങോട്ട് വരുന്നത്. അപ്പൊ രൂപയോട് കിരണും കല്യാണിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ രാഹുൽ അങ്കിളിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി, മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഇത് കേട്ട് കഴിയുമ്പോൾ രൂപ പറഞ്ഞു, നല്ല കാര്യമാണ്, അയാൾ ഇപ്പോഴല്ല മുമ്പേ അയാളെ ആക്കണ്ടായിരുന്നു. എൻ്റെ ഏട്ടൻ എന്ന് പറയുന്ന ദുഷ്ടനെ അയാൾ ഇനി അവിടെ കിടന്ന് ഇഞ്ചിഞ്ചായിട്ടാണ് മരിക്കണം. അയാള് കൊല്ലാക്കൊല ചെയ്യണം. അയാളുടെ ഭാര്യയും മകളും തന്നെ അയാളെ കൊല്ലാക്കൊല ചെയ്യണമെന്ന് പറയാം. കിരൺ പറഞ്ഞു, അതങ്ങനെ തന്നെ ഉണ്ടാവുള്ളമ്മേ. അവസാനം അമ്മ കണ്ടോ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? മനോഹരനെ വെച്ച് ഞങ്ങളെ വലിയ കളികളൊക്കെ കളിച്ചേക്കെന്ന് പറയാം. അയാൾ ഒറ്റയടിക്ക് തീർത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല. ഇതായിരിക്കും അയാൾക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയാണ്. രൂപ പറഞ്ഞു, കുറച്ച് വെച്ചാൽ കുറഞ്ഞു പോയെന്ന് എനിക്ക് സംശയമുണ്ട്. എന്നെയും ചന്ദ്രേട്ടനെയും എത്ര വർഷം ഞങ്ങളുടെ ജീവിതം രണ്ടും രണ്ട് വഴിക്കാക്കി തീർത്ത എൻ്റെ ഏട്ടൻ എന്ന് പറയുന്ന ആ ദുഷ്ടനാ. അവനെ അങ്ങനെ വെറുതെ വിട്ട് കൂടാന്ന് പറയണം. കിരൺ പറഞ്ഞു, അതിനുള്ള ഒന്നാമത്തെ പടി ഇപ്പൊ കൊടുത്തേക്കുന്ന ഷോക്ക് ട്രീറ്റ്മെന്റ് ഇനി പുറകെ വരുന്നുള്ളമ്മേ. അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറയണം. രൂപ പറഞ്ഞു, ഒന്ന് കാണാൻ പോണം എനിക്ക്. ആ കാഴ്ച എനിക്കൊന്ന് കൺകുളിർക്കെ കാണണമെന്ന് പറയാം. അങ്ങനെ രൂപ നേരെ രാഹുലിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് പുറത്ത് നിൽക്കുമ്പോഴത്തേനും സരയുവിനെയും ശാരീനെയും കാണുവാണ്. അപ്പൊ രൂപനെ കണ്ടപ്പോഴത്തേനും രണ്ടുപേരും കൂടെ ഓടി വന്നു. അല്ല ആന്റി, അച്ഛന്റെ കാര്യമൊക്കെ അറിഞ്ഞു കാണില്ലല്ലേ എന്ന് പറയാം. അറിഞ്ഞായിരുന്നു പറയണം. അല്ല എന്താന്ന് അറിയത്തില്ല, ഈ ഇടയായിട്ട് ഇച്ചിരി അസുഖം കൂടിയായിരുന്നു. അപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ വന്നോണ്ടാ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയണം. അതെന്താണെന്ന് നന്നായി, ഇവിടെ ആയതുകൊണ്ട് പിന്നെ എളുപ്പമുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നീക്കാലോ എന്ന് പറയാണ്. പിന്നെ നേരെ രാഹുലിനെ കാണാനായിട്ട് ചെല്ലുവാണ്. രാഹുലിനെ കണ്ടപ്പോൾ രൂപ വിളിച്ചു, രൂപ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലോ എന്ന് ചോദിക്കുകയാണ്. എനിക്കെന്ത് കുഴപ്പമില്ല, എനിക്ക് സുഖമാന്ന് പറയണം. എൻ്റെ അവസ്ഥ കണ്ടല്ലോ, അവളുണ്ടല്ലോ ആ സാരിയും കൂടി എന്നെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. പോരാത്തൻ്റെ മരുമോൻ എന്ന് പറയുന്ന ദുഷ്ടൻ, അവൻ ഇതിനെല്ലാത്തിനും പിന്നെ പ്രവർത്തിച്ചിരിക്കുന്നത്. പക്ഷെ എൻ്റെ ആ ഐഡിയാസ് ഒന്നും അവരുടെ അടുത്ത് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞ് രൂപ പറഞ്ഞു, അല്ല ഇപ്പൊ എങ്ങനെയുണ്ടോ, കുഴപ്പമുണ്ടോന്ന്? എനിക്ക് എന്ത് കുഴപ്പം, എനിക്കൊരു പ്രശ്നമില്ല രൂപേ. അവറ്റകൾ എന്നെ ഈ വിധം ആക്കി ഇവിടെ വെച്ചേക്കുന്നതെന്ന് പറയണേ. രൂപ പറഞ്ഞു, അല്ല ഏട്ടൻ പേടിക്കണ്ട കേട്ടോ, ഞാനില്ലേ കൂടെ, എന്തിനാ വേദനിക്കുന്നതെന്ന് ചോദിക്കണ്ടേ. രൂപ അങ്ങോട്ട് സോപ്പിട്ട് അങ്ങോട്ട് നിർത്തുവാണ്. കാരണം ഇവനിട്ട് ഇനിയും പണി കിട്ടാൻ പോകുന്നതല്ലേ ഉള്ളൂ. നീ എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്താൻ രൂപേ. ഇനിയും വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം സേനെ ഇല്ലാതാക്കണം. അവൻ ഇനിയും ഭൂമിക്ക് വീതം ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറയണം. രൂപ പറഞ്ഞു, ആ കാര്യമൊക്കെ എനിക്ക് വിട്ടു തന്നേക്കാൻ പറയണം. പിന്നീട് രൂപ സംസാരിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും സരുവിനെയും ശരീരനെയും കണ്ടു. പിന്നീട് പറഞ്ഞു, അതായത് ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോകുവാണ്. പോയി കഴിഞ്ഞതിന് ശേഷം ശാരി നേരെ അകത്തേക്ക് രാഹുലിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. രാഹുലിനെ കണ്ടു, അല്ല എന്താ രൂപ വന്നിട്ട് പോയത്? നിങ്ങളുടെ പെങ്ങള് പകുതി സ്വത്ത് മുഴുവൻ അങ്ങ് എഴുതി കൊടുത്തല്ലോ അവരുടെ മോൾക്ക്, എന്നിട്ട് എന്ത് പറഞ്ഞിട്ടാ പോയെന്ന് ചോദിക്കണം. അല്ല പ്രത്യേകിച്ച് എന്നോടൊന്നും പറഞ്ഞില്ല, എന്തേലും പറഞ്ഞു കാണും നിങ്ങളോട്, പറയാതെ പോകത്തില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാഹുൽ പറഞ്ഞു, നീയൊക്കെ എന്താ കരുതിയിരുന്നേ? രൂപയ്ക്ക് ഭയങ്കര സ്നേഹമാണോ അവനോട്, ചന്ദ്രസേനോട്? അതൊക്കെ വെറുതെ തോന്നൽ മാത്രം, അതൊക്കെ ഞങ്ങളുടെ ഒരു തന്ത്രം മാത്രമാടി. കണ്ടോ, അവള് സ്നേഹിക്കുന്ന പോലെ അഭിനയിച്ചിട്ട് അവസാനം അയാളെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലത്തുള്ളൂ, നീ കാത്തിരുന്നോളാം പറയണം. ഇത് കേട്ടപ്പോ രൂപ അല്ല ശാരി ചോദിച്ചു, നിങ്ങൾ എന്താ മനുഷ്യ പറയണേന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് പറയണേ. പിന്നീട് നേരെ ശാരി പുറത്തേക്ക് ഇറങ്ങി സരുവിൻ്റെ അടുത്തേക്ക് വരുവാണ്. അല്ലമ്മേ അച്ഛൻ എങ്ങനെയുണ്ട്, അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കുകയാണ്. എന്ത് പറയാനായിട്ട്, അങ്ങനെ കുറച്ച് പിച്ചും പേയൊക്കെ പറയുന്നുണ്ട്. ആ രൂപയുടെ സേൻ്റെയും കാര്യമാണ്, എനിക്കതങ്ങോട്ട് വിശ്വാസം വന്നില്ല എന്ന് പറയണേ. അല്ല എന്താ കാര്യം പറഞ്ഞേ? ആ രൂപേനെ വെച്ചിട്ട് സേനെ ഇല്ലാതാക്കാനായിട്ടാണ്. അതൊക്കെ എത്രമാത്രം വിശ്വാസത്തിലെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല മോളെ. കാരണം അങ്ങേർക്ക് ഇപ്പം ഭ്രാന്തല്ലേ, അങ്ങേര് പറയുന്ന പകുതിയും പള്ളിക്ക് കൊടുക്കണം, ഒന്നും നമുക്കും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് സരിയു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം അച്ഛൻ കുറച്ച് ദിവസം ഇവിടെ കിടക്കട്ടെ, അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു അസുഖം ഭേദമാകുന്നോടം വരെ കിടക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ശാരി പറഞ്ഞു, ശരിയാ ഇവിടെ കിടക്കട്ടെ മോളെ, അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ ആപത്താന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.